ജപ്പാനിൽ നിലവിൽ കുട്ടികളെക്കാൾ കൂടുതലുള്ളത് വളർത്തുമൃഗങ്ങളെന്ന റിപ്പോർട്ടുകൾ. ജപ്പാൻ പെറ്റ് ഫുഡ് അസോസിയേഷന്റെ 2024 കണക്കനുസരിച്ച് ജപ്പാനിൽ ഏകദേശം 15.9 ദശലക്ഷം വളർത്തുനായ്ക്കളും പൂച്ചകളുമുണ്ട്. 15 വയസ്സിന് താഴെയുള്ള ഏകദേശം 14 ദശലക്ഷം കുട്ടികളെക്കാൾ കൂടുതലാണിത്. ജനസംഖ്യാപരമായ ഒരു ശ്രദ്ധേയമായ സൂചന കൂടിയാണിത്. ജപ്പാനിലെ വളർത്തുമൃഗ സംരക്ഷണ വിപണിയും കുതിച്ചുയരുകയാണ്. 2024 ഇത് 1.9 ട്രില്യനായി. ഇതിൽ ഭക്ഷണം, ചമയം, വെറ്ററിനറി സേവനങ്ങൾ, വളർത്തുമൃഗ സ്പാകൾ, ആഡംബര ആക്സസറികൾ, സ്വരോസ്കി ക്രിസ്റ്റലുകൾ പതിച്ച ഡിസൈനർ സ്ട്രോളറുകൾ പോലും ഉൾപ്പെടുന്നുണ്ട്. ജപ്പാൻ വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവുകൾ, നീണ്ട ജോലി സമയം, പരമ്പരാഗത ലിംഗപരമായ റോളുകൾ എന്നിവ നേരിടുന്നുണ്ട്. ഇത് കുട്ടികളെ പ്രസവിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നു, പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കിടയിൽ. ഫലമോ, ദമ്പതികൾ പലപ്പോഴും കുട്ടികൾ ഉണ്ടാകാൻ കാലതാമസം വരുത്തുകയോ പാടെ ഉപേക്ഷിക്കുകയോ ചെയ്യും. പകരം വളർത്തുമൃഗങ്ങളിൽ അമിത ശ്രദ്ധ ചെലുത്താൻ തിരഞ്ഞെടുക്കും. പൂർണ്ണ സ്പാ പരിചരണം, ആഡംബര ഉപകരണങ്ങൾ, പ്രീമിയം ഭക്ഷണക്രമം എന്നിവയുടെ ഈ മൃഗങ്ങളെ പലപ്പോഴും കുട്ടികളെ പോലെയാകും പരിഗണിക്കുക. ജപ്പാനിൽ വളർത്തുമൃഗങ്ങളെ ആജീവനാന്ത കൂട്ടാളികളായി കാണുന്ന പ്രവണതയും വർദ്ധിച്ചു വരികയാണ്. വൈകാരിക ആവശ്യങ്ങളും സാമ്പത്തിക മാർഗങ്ങളും പരമ്പരാഗത കുടുംബങ്ങളിൽ നിന്ന് വളർത്തുമൃഗങ്ങളുടെ ഉടമസ്ഥതയിലേക്ക് തിരിച്ചുവിടപ്പെടുന്ന ഒരു സാംസ്കാരിക മാറ്റത്തിന്റെ കൂടി ഭാഗമാണിത്.